നമുക്ക് പി വി റേഷ്യോ എന്താണെന്ന് നോക്കാം. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പി വി റേഷ്യോ മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ സെയിൽസ്. അതായത് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷനാണ് പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 വിചാരിക്കുക. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു 700. അപ്പോൾ ഇതിൽ പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ 700/1000, അതായത് 70% ആണ് പി വി റേഷ്യോ. ഇങ്ങനെയാണ് പി വി റേഷ്യോ. പി വി റേഷ്യോ പെർസെൻറ്റേജിലാണ് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യൽ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കാം. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, സെയിൽസ് 10,000, വേരിയബിൾ കോസ്റ്റ് 6,000, കോൺട്രിബ്യൂഷൻ 2,000, ഫിക്സഡ് കോസ്റ്റ് 2,000, പ്രോഫിറ്റ് 2,000. ഇതിലെങ്ങനെ കോൺട്രിബ്യൂഷൻ അല്ല പി വി റേഷ്യോ കാണുക? പി വി റേഷ്യോ ഈക്വൽ ടു 4,000, കോൺട്രിബ്യൂഷൻ എടുക്കുക 4,000 ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു ഇൻറ്റു 100 ഈക്വൽ ടു 40%. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. സെയിൽസ് പി വി റേഷ്യോ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാൻ പറ്റും. അങ്ങനെ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് തന്നിട്ടുണ്ട് 10,000 എന്ന് വിചാരിക്കാം. അതിൽ അത് ഇൻറ്റു പി വി റേഷ്യോ ആയിട്ടുള്ള 40% മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക, കോൺട്രിബ്യൂഷനും പി വി റേഷ്യോ തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ പി വി റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സെയിൽസ്, പ്രോഫിറ്റ് 2025, 2026. സെയിൽസ് ഒരു 25,000 കൊടുക്കാം, കൂടി 75,000 കൊടുക്കാം. പ്രോഫിറ്റ് 5,000, 50,000 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് പി വി റേഷ്യോ കാണാൻ പറ്റും. അതിന് വേറെ ഇക്വേഷൻ കൂടി പഠിക്കണം. പി വി റേഷ്യോ സാധാരണ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് കാണുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ അറിയില്ല, സെയിൽസ് അറിയാം. സെയിൽസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പീരീഡിൻ്റെ സെയിൽസ് നമുക്ക് എന്തായാലും അറിയാം. ബട്ട് കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ പറ്റില്ല. ഇനി വേറെ ഇക്വേഷൻ ഉണ്ട്. അതാണ് പി വി റേഷ്യോ ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതായത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്ര നോക്കാം. പ്രോഫിറ്റ് ചേഞ്ച് ആയത് 50,000 മൈനസ് 5,000 ഡിവൈഡ് ബൈ 75,000 മൈനസ് 25,000 ഇൻറ്റു 100. അതായത് 45,000, 50,000 ഈക്വൽ ടു
അപ്പോൾ 90% പി വി റേഷ്യോ. ഓക്കെ, പി വി റേഷ്യോ കിട്ടി 90%. ഇനി നമുക്കിതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നോക്കി നോക്കാം. ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കിട്ടുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റും പ്രോഫിറ്റും കുറച്ചതാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, കോൺട്രിബ്യൂഷന് എന്താണ് പ്രോഫിറ്റ് കുറച്ചതാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് എടുക്കാനറിയാം. കോൺട്രിബ്യൂഷൻ എടുക്കാം. ഇതിൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഇതിലൂടെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് നമുക്ക് ഏതെങ്കിലും ഒരു സെയിൽസ് എടുക്കാം. ഓക്കെ, 25,000 2025 സെയിൽസ് എടുക്കാം. 25,000 ഇൻറ്റു പി വി റേഷ്യോ 90%. 22,500 കിട്ടി. ഇതാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കൂടി കുറച്ചാൽ മതി. ഫിക്സഡ് കോസ്റ്റ് കിട്ടാൻ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ 22,500, പ്രോഫിറ്റ് 5,000. അത് ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 25 നമ്മൾ എന്ത് കോൺട്രിബ്യൂഷൻ കണ്ടെത്തിയ കോൺട്രിബ്യൂഷന് നമ്മൾ ഈ പ്രോഫിറ്റ് കുറക്കണം. കുറച്ച് കഴിഞ്ഞാൽ 17,500 കിട്ടും. ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇത് റെഡി ആണോയെന്നത്. അതായത് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ്. ഇപ്പോൾ 2025 2026 സെയിൽസ് എത്ര തന്നിട്ടുള്ളത്? 25,000. നേരത്തെ അവിടെ തന്നത് തന്നെ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ 75,000. വേരിയബിൾ കോസ്റ്റ് നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ല. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി 22,500. ഇവിടുത്തെ നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ഇവിടെ കണ്ടെത്താൻ സുഖമാണ്. 25,000 ഇൻറ്റു 90% പി വി റേഷ്യോ. അതായത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ചെയ്ത കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ 25,000 ഇൻറ്റു 90% 67,500 കിട്ടി. ഓക്കെ, ഇതിന് ഫിക്സഡ് കോസ്റ്റ് നമ്മളോട് കണ്ടെത്തി 17,500. ഇവിടെയും 17,500. ഇത് കുറച്ച് എന്താ കിട്ടുക? 22,500 മൈനസ് 17,500 5,000. ഓക്കെ, അതേമാതിരി 67,500 മൈനസ് 17,500 50,000. അപ്പോൾ നമ്മൾ ചെയ്ത് റെഡിയാണ്. കാരണം ഇത് ഈ 67,500 നമ്മൾ 50,000 എത്തിച്ചു. 22,500 5,000. ഈ 5,000 തന്നെയാണ് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പ്രോഫിറ്റ്. ക്വസ്റ്റ്യനിൽ 5,000 തന്നെയാണ് 2025 പ്രോഫിറ്റായിട്ട് തന്നത്. അതേമാതിരി 2026 50,000 പ്രോഫിറ്റായിട്ട് തന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എങ്ങനെ കണ്ടെത്തുക? അതായത് 2025 സെയിൽസ് 25,000, കോൺട്രിബ്യൂഷൻ 22,500 കിട്ടി, ഫിക്സഡ് കോസ്റ്റ് 17,500 കിട്ടി. അങ്ങനെ 5,000 പ്രോഫിറ്റായിട്ട് കിട്ടി. ഇങ്ങനെ നടക്കുന്നൊരു സെയിൽസിൻ്റെ ബ്രേക്ക് ഈവൻ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്താലാണ് നമുക്ക് ബ്രേക്ക് ഈവൻ, അതായത് 0 പ്രോഫിറ്റും 0 ലോസും കിട്ടുക? അപ്പോൾ നോക്കാം. ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അല്ലെങ്കിൽ അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാണാൻ 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, മറ്റൊന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. നമുക്ക് അറിയുന്നത് പി വി റേഷ്യോ അറിയാം, ഫിക്സഡ് കോസ്റ്റ് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ,
ഓക്കെ. ഫിക്സഡ് കോസ്റ്റ് എത്ര? 17,500 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡ് ബൈ പി വി റേഷ്യോ 90%. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, 17,500 ഡിവൈഡ് ബൈ 0.9 അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 19,444.444. നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് ബ്രേക്ക് ചെയ്യാൻ പോയിൻ്റ്. ഇത് നമുക്ക് റെഡി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇവിടെ ഇട്ട് നോക്കിയാൽ മതി. ബ്രേക്ക് ഈവൻ പോയിൻ്റ് 19,444.44. ഓക്കെ, അത് ഇതേ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 90% ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഇത് കിട്ടും. 17,500 കിട്ടും. അല്ലെങ്കിൽ 17 കിട്ടും, 17,499 കിട്ടും. നമുക്ക് 17,500 ആക്കാം. 17,500 പിന്നെ മൈനസ് 17,500 എന്താണ് ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് കുറച്ച് ഞാൻ 0 അത് തെളിയിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോടി സെയിൽസ് ഉണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും നോക്കുക. അതെങ്ങനെ, ഇഫ് സെയിൽസ് ഈക്വൽ ടു 1 CR. 1 കോടി സെയിൽസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്ര? ഇത് സുഖമാണ്. 1 കോടി, അതായത് ആദ്യം കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ കാണാം 1 കോടി ഇൻറ്റു 90%. എത്ര? 90 lakh. 90 ലക്ഷം കോൺട്രിബ്യൂഷൻ കിട്ടി. ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. കോൺട്രിബ്യൂഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റായി. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 17,500 ഫിക്സഡ് കോസ്റ്റ്. അത് കുറച്ച് കഴിഞ്ഞാൽ മതി. അതായത് 89,82,500 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അതായത് 1 കോടി സെയിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരാൻ പോകുന്നത് 89,82,500 ആയിരിക്കും. ഇത് തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാം. അതായത് പ്രോഫിറ്റ് എത്ര വേണം? പ്രോഫിറ്റ് 89,82,500 വേണമെങ്കിൽ എത്ര സെയിൽസ് ചെയ്യണം? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെ കിട്ടുക? നമുക്ക് ഡിസൈഡ് സെയിൽസ് ഇട്ട് നോക്കാം. ഡിസൈഡ് സെയിൽസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് 17,500 പ്ലസ് പ്രോഫിറ്റ് 89,82,500 ഡിവൈഡ് ബൈ പി വി റേഷ്യോ 0.9. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ 90 ലക്ഷം ഡിവൈഡ് ബൈ 1 CR എന്ന് കിട്ടും. നമുക്ക് ഡിസൈഡ് സെയിൽസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് വേണമെന്ന് അറിയാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ 1 കോടി സെയിൽസ് നടക്കണമെങ്കിൽ
നടന്നു കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് അറിയാനും പി വി റേഷ്യോ വഴി പറ്റും.